ചരിത്രത്താളുകളിൽ ഇടം പിടിച്ച് നോവയും ലൂർദ് ആശുപത്രിയും. ഗർഭകാലത്ത് കുഞ്ഞിന്റെ ഇന്റേണൽ ഓർഗൻസ് രൂപം കൊള്ളാൻ 24 ആഴ്ചയെങ്കിലും കുറഞ്ഞ പ്രായം വേണമെന്നാണ് പറയുന്നത്. എന്നാൽ പോലും അത് ഫങ്ഷണൽ ആകണമെന്നുമില്ല. അങ്ങനെയിരിക്കെ 23-ാം ആഴ്ചയിൽ വെറും 350 ഗ്രാം തൂക്കത്തോടെയാണ് നോവയുടെ ജനനം. ലഭ്യമാകുന്ന വിവരങ്ങൾ വെച്ച് നോക്കിയാൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും ഭാരം കുറഞ്ഞ കുഞ്ഞാണ് നോവ. സോ ഈ കഥയുടെ തിരക്കഥയും പ്രൊഡക്ഷനും ഡയറക്ഷനും എല്ലാം ഓടുന്നതാണ്. So I thought this is the first and the most important app slide to be kept for this presentation. അതുകൊണ്ടാണ് ഞാൻ ഈ സ്ലൈഡ് വെച്ചത്. കാരണം ഇത് ദൈവത്തിൻ്റെ ഒരു കരം ഈ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ കുഞ്ഞിനെ ഇന്ന് ഇവിടെ നമുക്ക് കിട്ടുമോ എന്നുള്ള കാര്യം തന്നെ ഞങ്ങളുടെ ഡോക്ടറുമായിട്ടുള്ള കാര്യമാണ്. സോ നോവ ജനിച്ചത് മിസ്റ്റർ കെവിൻ്റെ അച്ഛൻ പറഞ്ഞത് മിസ്സസ് സുജിഷയുടെ ഫസ്റ്റ് കുഞ്ഞായി സെപ്റ്റംബർ 19-ാം തീയതി രാവിലെ 9 മണിക്കാണ് ജനിച്ചത്. ഈ കുട്ടിയുടെ ജനനം നടന്നത് ഗർഭസ്ഥ അവസ്ഥയുടെ 23-ാമത്തെ ആഴ്ചയിലായിരുന്നു. ജനിച്ചപ്പോൾ ആ കുഞ്ഞിനുണ്ടായിരുന്ന വെയിറ്റ്, അത് ബർത്ത് വെയിറ്റ് എന്ന് പറഞ്ഞാൽ വെറും 350 ഗ്രാം മാത്രമാണ് ഉണ്ടായിരുന്നത്. സുജിഷയ്ക്ക് ഇതിനു മുമ്പ് ഒരു അബോർഷൻ ഉണ്ടാവുകയാണ് ഉണ്ടായത്. സോ ഇതാണ് ഈ കുട്ടിയുടെ ബർത്ത് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പം നോവയെ സംബന്ധിച്ചിടത്തോളം, പരിപാലനത്തെ സംബന്ധിച്ച് ഞങ്ങൾ നേരിട്ട് 3 പ്രധാന ചലഞ്ചുകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് വയബിലിറ്റി എന്ന് പറഞ്ഞൊരു എൻറ്റിറ്റിയാണ്, രണ്ടാമത്തത് ബർത്ത് വെയിറ്റ്, മൂന്നാമത്തത് സുജിഷയ്ക്ക് ഡെലിവറി സമയത്ത് ഉണ്ടായിരുന്ന ഇൻഫെക്ഷൻ. ഈ മൂന്നിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. സോ നോർമലി അച്ഛൻ പറഞ്ഞതുപോലെ ഒരു കുഞ്ഞ് നമ്മുടെ പുറംലോകമായിട്ട് പ്രസവിക്കുന്ന ഒരു കുട്ടി പുറംലോകത്ത് അതിൻ്റെ അതിജീവനത്തിന് മിനിമം വേണ്ടത് ഗർഭസ്ഥ അവസ്ഥയുടെ 24 ആഴ്ചയ്ക്ക് ശേഷം ജനിക്കുക എന്നുള്ളതാണ്. കാരണം മിനിമം എല്ലാ അവയവങ്ങളുടെയും വളർച്ച കൈവരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു മിനിമം ജസ്റ്റേഷൻ ഏജ് ആയിട്ട് പറയുന്നത് 24 വീക്സ് ആണ്. നമ്മുടെ ഇവിടെ ഇഷ്യൂ എന്തായിരുന്നു വെച്ചാൽ, നോവ ജനിച്ചത് ഗർഭസ്ഥ അവസ്ഥയുടെ 23-ാമത്തെ ആഴ്ചയിലാണ്. അതായത് പീരീഡ് ഓഫ് വയബിലിറ്റി, അത് അതിജീവനത്തിന് വേണ്ട മിനിമം വീക്കിന്റെ ഒരു വീക്ക് മുമ്പാണ് ജനിച്ചത്. 24 ആഴ്ചയ്ക്ക് മുമ്പ് ജനിക്കുന്ന കുട്ടികളെ ജീവന്റെ യാതൊരുവിധ തുടിപ്പും അവർ കാണുന്നില്ലെങ്കിൽ അത് അബോർഷനായിട്ടാണ് യൂഷ്വലി കൺസിഡർ ചെയ്യാറുള്ളത്. രണ്ടാമത്തെ മേജർ ചലഞ്ച് എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ജനിച്ച സമയത്തുള്ള ബർത്ത് വെയിറ്റ് ആണ്. അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ജനിച്ച സമയത്തുള്ള നോവയുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 350 ഗ്രാം മാത്രമാണ് ഉണ്ടായത്. അതായത് ഒരു വലിയൊരു ആപ്പിളിന്റെ സൈസ് ഓർത്താൽ മതി. ഞങ്ങൾ ഈ ഒരു കുട്ടിയുടെ വെയിറ്റും ഞങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സ്മോളസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈദരാബാദ് റെയിൻബോ ഹോസ്പിറ്റലിൽ ഉണ്ടായ ചെറിയ എന്ന് പറഞ്ഞ കുട്ടിയായിരുന്നു. ആ കുട്ടിയുടെ വെയിറ്റ് 375 ഗ്രാംസ് ആയിരുന്നു. അതിനുശേഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് 2019 ഞങ്ങളുടെ തന്നെ ഹോസ്പിറ്റൽ, ഞങ്ങളുടെ തന്നെ കെയറിംഗിൽ രക്ഷപ്പെട്ട അത്ഭുത ബാലികയായ കാശ്വി എന്ന് പറഞ്ഞ ഒരു കുട്ടിയായിരുന്നു. ആ കുട്ടിന്റെ വെയിറ്റ് 380 ഗ്രാം. രാപ്പകലില്ലാതെ ലൂർദിലെ ആരോഗ്യ വിദഗ്ധർ നൽകിയ ശ്രമകരമായ പ്രയത്നമാണ് കുഞ്ഞിനെ അതിജീവനത്തിന് പ്രാപ്തനാക്കിയത്. ന്യൂസ് ഡെസ്ക്, മീഡിയ മൈൻഡ്.